ഒരു അറിയിപ്പുണ്ട്. നമ്മൾ കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വെട്ടിക്കെട്ട് നടത്താനുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ഇന്നലെ 12,000-ഓളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത്. നമ്മളെയാണല്ലോ മച്ചമ്പി. 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപയ്ക്ക്. നീ എന്നെ ബിസിനസ് പഠിപ്പിക്കാ? ഓരോ ബിസിനസിന് അതിന്റേതായ തന്ത്രങ്ങളുണ്ട്, അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കും. സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം 11,600 ഗുണം 1,210 ഈക്വൽ ടു ആകെ ലാഭം 1,40,36,000 രൂപ. നീ കുറെ നേടുന്നുണ്ടല്ലോ. കാശ് വാങ്ങാൻ മാത്രം ഇരുന്നാ മതി, ചക്രു എന്നെ ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ, സംഭവം മഹാഭരതനാട്യമാണോ മഹാകൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും. ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല, അനുഭവിച്ചോ? ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ. 1,40,36,000. 100 രൂപയും കൊണ്ടുപോയില്ലടാ പരമദ്രോഹി. മാമന് കളിവാകിയില്ല നിന്റെ 100 രൂപ പോയത്. രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം 4,96,96,500. ഇടാം ആർക്ക് വിടാം, ഏത് 500 മോന് വിടാം, ഇട്ടോളൂ, തെണ്ടിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. അങ്ങനെ മൊത്തം കൊള്ള ലാഭം 5,46,32,500 രൂപയാണ്. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. ഇതൊരു മെഗാ ഭരതനാട്യമല്ല, ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തം. എങ്ങനെയുണ്ട് സാർ? അടിപൊളിയല്ലേ? പോയാടേ സാറ് പോയാ? ഇവിടെ